ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകി ലോകം. പ്രാർത്ഥനാ ചടങ്ങുകളുമായി സംസ്ഥാനത്തെ ദേവാലയങ്ങൾ. മണ്ഡലപൂജ അടുത്തതോടെ ശബരിമലയിൽ വൻ ഭക്തജന പ്രവാഹം. നാളെ പകൽ ഗതാഗത നിയന്ത്രണം. തങ്കയങ്കി ചാർത്തിയുള്ള പൂജ നാളെ. ഭരണത്തിലെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനായി ഇന്ന് ദേശീയ സദ്ഭരണ ദിനം ആചരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് സ്വീകാര്യതയേറുന്നു. യാത്ര നാളെ വിവിധ ജില്ലകളിൽ പുനരാരംഭിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ സെഞ്ചൂറിയനിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പങ്കിട്ട് പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ, പാളയം സെന്റ് ജോസഫ്സ് പള്ളി, കാക്കനാട് സെന്റ് തോമസ് മൗണ്ട്, എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ, തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രൽ, തൃശൂർ, മാഹി, കോട്ടയം എന്നിവിടങ്ങളിലെ പ്രധാന ദേവാലയങ്ങൾ തുടങ്ങി സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. സംസ്ഥാനത്തൊട്ടാകെ വിപുലമായ ആഘോഷ പരിപാടികളും നടക്കുന്നുണ്ട്. ക്രിസ്മസ് വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒത്തുചേരലിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം കൈമാറിയാണ് ക്രിസ്മസ് ദിനം വിശ്വാസികൾ ആഘോഷിക്കുന്നത്. സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും സന്ദേശമാണ് ക്രിസ്മസ് പകരുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദേശത്തിൽ കുറിച്ചു. അനുകമ്പ, ക്ഷമ, സ്നേഹം, സഹാനുഭൂതി എന്നീ ശാശ്വത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യേശുക്രിസ്തുവിന്റെ ജീവിതമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അഭിപ്രായപ്പെട്ടു. ക്രിസ്മസ് മുന്നോട്ട് വയ്ക്കുന്ന ഐക്യത്തിന്റെയും അനുകമ്പയുടെയും സന്ദേശം ആഘോഷിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എല്ലാവർക്കും സന്തോഷവും ആരോഗ്യവുമുള്ള ലോകത്തിനായി പ്രവർത്തിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും ക്രിസ്മസ് ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ആശങ്ക പങ്കുവച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. യേശുക്രിസ്തു ജനിച്ച ബത്ലഹേമിൽ സമാധാനത്തിന്റെ സന്ദേശം യുദ്ധത്തിന്റെ വ്യർത്ഥമായ യുക്തിയാൽ നിരസിക്കപ്പെട്ടുവെന്ന് പോപ്പ് അഭിപ്രായപ്പെട്ടു. ഏറ്റുമുട്ടലുകൾ സമാധാനത്തിന്റെ രാജകുമാരനെ തടയുന്നെന്നും മാർപ്പാപ്പ പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അയവില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് പോപ്പിന്റെ ക്രിസ്മസ് സന്ദേശം. ഇന്ന് ദേശീയ സദ്ഭരണ ദിനം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 രാജ്യം ദേശീയ സദ്ഭരണ ദിനമായി ആചരിക്കുന്നത്. ഭരണത്തിലെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ രാവിലെ വാജ്പേയിയുടെ സമാധിയിലെത്തി ആദരമർപ്പിച്ചു. രാഷ്ട്ര നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിൽ ജീവിതത്തിലുടനീളം വാജ്പേയി ഏർപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഭാരതത്തോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും സേവനവും പ്രചോദനമായി നിലനിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇൻഡോറിലെ ഹുക്കും ചന്ദ് മിൽ തൊഴിലാളികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്തു. അല്പസമയം മുൻപാണ് പരിപാടി ആരംഭിച്ചത്. തൊഴിലാളികളുടെ കുടിശ്ശികയായ 224 കോടിയുടെ ചെക്ക് പ്രധാനമന്ത്രി കൈമാറും. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന 60 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ നാളെ പര്യടനം പുനരാരംഭിക്കും. വിവിധ ജില്ലകളിൽ വിജയകരമായി പുരോഗമിച്ചു വന്ന യാത്ര 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നാളെ പുനരാരംഭിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നാളെ രാവിലെ തളിപ്പറമ്പ് നഗരസഭയിലും ഉച്ചയ്ക്ക് ആന്തൂർ നഗരസഭയിലും യാത്ര എത്തും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര പായം, അയ്യൻകുന്ന് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. മറ്റ് ജില്ലകളിലും യാത്ര നാളെ പുനരാരംഭിക്കും. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ജൻ ഔഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ, വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ സ്വീകരിക്കൽ എന്നിവ പര്യടന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ വേദികളിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അനുഭവങ്ങൾ പങ്കുവച്ച് ഗുണഭോക്താക്കൾ. PM ഉജ്ജ്വല യോജന പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിച്ച പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ പഞ്ചായത്തിലെ സുധർമ്മ സജി ആകാശവാണി വാർത്തകളോട് തന്റെ സന്തോഷം പങ്കുവച്ചു. ഞാനൊരു ഹൗസ് വൈഫാണ്. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം എനിക്ക് ഗ്യാസ് കണക്ഷൻ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ലഭിക്കുകയുണ്ടായി. അതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. അതിനു മുമ്പ് ഞാൻ അടുപ്പിലാണ് തീ കത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് കിട്ടിയതിൽ പിന്നെ എനിക്ക് ജോലിഭാരവും കുറവുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷമുണ്ട്.
മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാരായി ഈ മാസം 29-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇരുവരുടെയും വകുപ്പുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരായ ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയതുമാണ് ജലനിരപ്പ് കുറയാൻ കാരണം. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുപ്രകാരം 140.65 അടിയാണ് ജലനിരപ്പ്. സെക്കൻഡിൽ 1116 ഘനഅടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 1867 ഘനഅടി ജലം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. മണ്ഡലപൂജ അടുത്തതോടെ ശബരിമലയിൽ വൻ ഭക്തജന പ്രവാഹം. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കി പോലീസും ദേവസ്വം ബോർഡും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നട തുറന്ന ദിനം മുതൽ ഇന്നലെ വരെയുള്ള കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയത് ഇന്നലെയാണ്. 1,963 പേർ ഇന്നലെ ദർശനം നടത്തി. ക്രിസ്തുമസ് അവധി കൂടിയായതിനാൽ തിരക്ക് വർധന കണക്കിലെടുത്ത് വലിയ മുന്നൊരുക്കങ്ങളാണ് പോലീസും ദേവസ്വം ബോർഡും നടത്തിവരുന്നത്. തങ്കയങ്കി സന്നിധാനത്തെത്തുന്ന നാളെ പകൽ 11-ന് ശേഷം നിലയ്ക്കൽ പമ്പ റൂട്ടിൽ തീർത്ഥാടകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് നട തുറക്കുന്നതെങ്കിൽ നാളെ വൈകിട്ട് 5-നാണ് നട തുറക്കുക. സന്നിധാനത്ത് അരമണിക്കൂർ സൗജന്യ വൈഫൈ സേവനത്തിന് ഇന്ന് വൈകിട്ട് 4-ന് നടപ്പന്തലിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടക്കം കുറിക്കും. കൂടുതൽ പേർക്ക് കുടിവെള്ള വിതരണം, അന്നദാനം, KSRTC ബസ് സംവിധാനം എന്നിവയിലും തിരക്ക് പരിഗണിച്ച് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. തങ്ക അങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ നാളെ പകൽ ഗതാഗത നിയന്ത്രണം. 11 മണിക്ക് ശേഷം വാഹനങ്ങൾ നിലയ്ക്കലിൽ തടയും. തിരക്ക് വർദ്ധിച്ചതിനാൽ ഭക്തരെ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടുന്നതിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ശബരിമലയിൽ നാളെ പൂജാ സമയത്തിൽ മാറ്റമുണ്ട്. നാളെ ഉച്ചപൂജയ്ക്ക് ശേഷം വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. അതിനാൽ നാളെ രാവിലെ 11 മണിവരെ നിലയ്ക്കലെത്തുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടൂ. 11 മണി കഴിഞ്ഞ് എത്തുന്നവർക്ക് 3 മണിക്കൂറെങ്കിലും നിലയ്ക്കൽ തന്നെ തുടരേണ്ടി വരുമെന്ന് പോലീസ് വ്യക്തമാക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ശബരിമല ശ്രീ ധർമ്മശാസ്താവിന് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 3-ാം ദിവസമായ ഇന്ന് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7:30 യാത്ര ആരംഭിച്ചു. ഘോഷയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് ഓരോ സ്ഥലങ്ങളിലും ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലെത്തിയ തങ്കയങ്കി ഘോഷയാത്രയെ വാദ്യമേള ഘോഷങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും അകമ്പടിയോടെയാണ് വരവേറ്റത്. നിലയ്ക്കലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഇന്ന് രാവിലെ ദർശനം കഴിഞ്ഞ് മടങ്ങിയ തമിഴ്നാട് സ്വദേശികളുടെ വാഹനം മറിയുകയായിരുന്നു. 13 പേർക്ക് പരിക്കുണ്ട്. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി വന്ന മിനി ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം വർക്കലയിൽ സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കല പാപനാശം ബീച്ചിലേത്. തീരദേശ ജില്ലകളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്ന വിനോദസഞ്ചാര വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായാണിത്. കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനത്തിനൊപ്പം സഞ്ചരിക്കാനാകും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയനിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ സംഘം ടെസ്റ്റ് പരമ്പരയ്ക്കിറങ്ങുന്നത്. ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന TA ജാഫറിന്റെ നിര്യാണത്തിൽ കായികമന്ത്രി B അബ്ദുറഹ്മാൻ അനുശോചിച്ചു. ഫുട്ബോളിനായി സമർപ്പിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും ഒട്ടേറെ താരങ്ങളെ അദ്ദേഹം കൈപിടിച്ചുയർത്തിയെന്നും മന്ത്രി അനുസ്മരിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള യാത്ര കേരളത്തെ കൂടുതൽ സംഘർഷഭരിതവും കലാപകലുഷിതവുമാക്കിയെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. ഇതാണ് യാത്രയുടെ സന്ദേശമെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുവെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ചിറയൻകീഴ് യൂണിയന്റെ കീഴിൽ നടന്ന ശിവഗിരി മഹാതീർത്ഥാടന വിളംബര പദയാത്ര കേന്ദ്ര സഹമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകി ലോകം. പ്രാർത്ഥനാ ചടങ്ങുകളുമായി സംസ്ഥാനത്തെ ദേവാലയങ്ങൾ. മണ്ഡലപൂജ അടുത്തതോടെ ശബരിമലയിൽ വൻ ഭക്തജന പ്രവാഹം. നാളെ പകൽ ഗതാഗത നിയന്ത്രണം. തങ്കയങ്കി ചാർത്തിയുള്ള പൂജ നാളെ. ഭരണത്തിലെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനായി ഇന്ന് രാജ്യം ദേശീയ സദ്ഭരണ ദിനം ആചരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് സ്വീകാര്യതയേറുന്നു. യാത്ര നാളെ വിവിധ ജില്ലകളിൽ പുനരാരംഭിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ സെഞ്ചൂറിയനിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:50-ന്.